ഹായ് ഗായ്സ്, ഗുഡ് ഈവനിങ്. നമുക്കിന്ന് ആഫ്രിക്കയിലെ റുവാണ്ടയിലെ റോഡുകളൊക്കെ ഒന്ന് കാണാം. റോഡുകൾ എന്ന് പറയുമ്പം നാട്ടിലുള്ള റോഡ് പോലെയൊന്നുമല്ല, കുണ്ടും കുഴിയൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി റോഡാണ് ഇവിടെ. പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് സിഗ്നലാണ്. പിന്നെ സിഗ്നൽ വേണം, നല്ലതാണ്. പിന്നെ ഇതേപോലെ ആൾക്കാർ റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്തുനിന്ന് അപ്പുറത്ത് എത്തുന്ന വരെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അതൊരു വല്ലാത്ത പ്രശ്നമാണ്. പക്ഷേ നല്ലതാണ് കേട്ടോ. എല്ലാം അവർ നല്ലതിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. പക്ഷെ നമുക്കിത് എന്താ പറയുക, ശീലമില്ലല്ലോ. ശീലമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ. അത് അത്രയേ ഉള്ളൂ. പിന്നെ ഇതേപോലെ നല്ല പച്ചപ്പും എല്ലാ സ്ഥലത്തും ഇങ്ങനെ സൈഡിലൊക്കെ പച്ചപ്പൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല രസത്തിൽ അവർ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. എന്തായാലും റോഡുകളൊക്കെ നമ്മുടെ ബാംഗ്ലൂരൊക്കെ ചെയ്തിട്ടില്ല, നടുക്ക് കൂടെ ചെടികളൊക്കെ വെച്ചിട്ട് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട്. പക്ഷേ ഇവിടെ ഫ്ലവേഴ്സൊന്നും വെച്ചില്ല, പക്ഷേ പച്ചപ്പാണ് ഇവിടെ ഫുൾ. പിന്നെ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. അപ്പോൾ നാട്ടിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വരുമ്പം ഒരു ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ റൈറ്റ് സൈഡ് ഓടിച്ച് ഒരു ഫസ്റ്റത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഇവിടെ ഓടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഓക്കെയാണ്. പിന്നെ ഇവിടെ ലൈൻ ട്രാഫിക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ ക്രോസ് ലൈൻ അല്ലാത്ത സ്ഥലത്തു നിന്ന് ഓവർടേക്ക് ചെയ്യുകയാണെങ്കിലൊക്കെ ഫൈൻ കിട്ടും. നമ്മൾ പോലീസ് കാണുകയാണെങ്കിൽ ഫൈൻ കിട്ടും, അല്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ. പക്ഷേ സ്പീഡ് ലിമിറ്റ് ഉണ്ട് 60-80. 60 ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും 60 സ്പീഡ് ലിമിറ്റ്. അതല്ലാത്ത ചില സ്ഥലത്ത് മാത്രം 80. ഇപ്പം നമ്മൾ വിചാരിക്കും സ്പീഡ് ഇപ്പം കൂട്ടിപ്പോയാൽ എന്താ കുഴപ്പം എന്ന് വിചാരിക്കും. നാട്ടിലത്തെ പോലെ അല്ല. പക്ഷേ ഇവിടെ നമുക്ക് നാട്ടിലത്തെ പോലെ തന്നെ, പക്ഷേ AI ക്യാമറയാണ്. പക്ഷേ ഇവിടുത്തെ AI ക്യാമറ എന്ന് പറഞ്ഞാൽ ഒരു തൂണ് പോലൊരു സാധനം, ഒരു പില്ലർ. അതിവിടെ ഇങ്ങനെ ചില സ്ഥലങ്ങളിലുണ്ടാവും, ഇങ്ങനെ മരങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ 61 ആ ക്യാമറ ഇങ്ങനെ ഫ്ലാഷ് അടിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് ഫൈൻ കിട്ടിയെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് മെസ്സേജൊക്കെ വരും. പിന്നെ അതേ കണ്ടില്ലേ, ബൈക്കുകളാണ് മെയിനായിട്ടുള്ള ഇവരുടെ. നമ്മുടെ നാട്ടിൽ ഓട്ടോ ആണെങ്കിൽ ഇവരുടെ അത് ബൈക്കാണ്. അപ്പോൾ എല്ലാ സ്ഥലത്തൊന്നും ബസ് പോലുമല്ലോ. ഇവിടെ ഞാൻ റയറായിട്ടാണ് ബസ് കാണുന്നത്. അപ്പം ബസ്സില്ലാത്തടത്തേക്ക് നമ്മൾ ഓട്ടോ വിളിച്ച് പോകുന്ന പോലെ ഇവർ ബൈക്കിൽ പോകും. ഓക്കെ. പിന്നെ ഇവിടെ ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും ഇങ്ങനെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം ഇവിടെയൊക്കെ ചിലപ്പോൾ പുതിയ ബിൽഡിങ്ങുകളൊക്കെ വരാനിരിക്കുന്നതായിരിക്കും. പെട്ടെന്ന് ഇവിടുത്തെ പണിയൊക്കെ തീരും. ആൾക്കാർക്കൊന്നും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഭയങ്കര കാമൻ ക്വയറ്റായിട്ടാണ് ഇവിടുത്തെ പണികളൊക്കെ നടക്കുന്നത്. റോഡ് പണിയാണെങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡ് പണിയൊക്കെ പെട്ടെന്ന് തീരും. ടിപ്പറൊക്കെ ഉണ്ട്, കണ്ടില്ലേ, നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ടല്ലേ, ഞാനിപ്പോഴും നാട്ടിൽ തന്നെ നിൽക്കുന്നത്. എനിക്കിപ്പോഴും നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നതായിട്ടുള്ളൊരു ഫീല് വരുന്നില്ല. എന്നുവെച്ചാൽ ഒരു നൊസ്റ്റാൾജിയ. അതുകൊണ്ടായിരിക്കും എല്ലാം കാണുമ്പം നാടുമായിട്ട് കമ്പയർ ചെയ്യാനുള്ളൊരു ഒരു ത്വര. അത് കുറച്ച് കഴിയുമ്പോൾ ശരിയാവുന്ന എല്ലാവരും പറയുന്നത്. ഇവിടെ വന്ന് എല്ലാവരും പെട്ടെന്ന് നാട്ടിൽ പോകണം എന്ന് ആണും പോലെ എല്ലാവരും ആദ്യം വിചാരിക്കുക. പക്ഷേ പിന്നെ കുറച്ച് കഴിയുമ്പം നിന്ന് ശരിയാവുന്നതാണ് എല്ലാവരും പറയണത്. അപ്പോൾ എൻ്റെ നൊസ്റ്റാൾജിയ മാറുന്ന വിചാരിക്കുന്നു, അറിയില്ല, നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.